കേന്ദ്രം വാക്കുപാലിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാർ അവഗണന തുടരുകയാണെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനം നടപ്പിലായില്ലെന്നും അസോസിയേഷൻ വിമർശിച്ചു. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഈ മാസം 20-ന് NHM ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ആശമാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വിമർശനം. സമരത്തോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി ഇപ്പോഴും തുടരുകയാണെന്നാണ് വിമർശനം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പല പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വിമർശിച്ചു. അതെ, കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ 4 മാസം പിന്നിടുകയാണ്. പക്ഷേ അത് പുറത്തറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പുറത്തറിഞ്ഞിട്ടും രണ്ടാഴ്ചയിലേറെ ആകുകയാണ്. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണ്. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയത്. കേന്ദ്രം വാക്കുപാലിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴും സംസ്ഥാനം വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആശമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാമെന്നാണ് സർക്കാർ ന്യായീകരണമെന്നും സമരസമിതി വിമർശിച്ചു. കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ അവർ മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പരിഹസിക്കുന്നത് തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സമരം ചെയ്യണമെന്നാണ്. അത് സമരമുഖത്തിരിക്കുന്ന ഞങ്ങളോടല്ല പറയേണ്ടുന്നത്. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് അവകാശപ്പെടുന്നവരാണ് കേന്ദ്രത്തോട് ആ ആവശ്യം ശക്തമായി ഉന്നയിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരത്തിന് ആശമാർ തയ്യാറെടുക്കുകയാണെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. ഈ മാസം 20-ാം തീയതി നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.